തിരുവനന്തപുരം വർക്കലയിൽ 67-കാരനെ വെട്ടിക്കൊലപ്പെടുത്തി മരിച്ചത് താഴെവെട്ടൂർ സ്വദേശി ഷാജഹാൻ. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. പ്രതികളിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്തയുടെ വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഇപ്പോഴായിരുന്നു സംഭവം, വിവരങ്ങൾ? വൃന്ദ, ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. വർക്കല താഴെവെട്ടൂരിലാണ് ഇത്തരത്തിൽ ഗൃഹനാഥനെ വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത്. വർക്കല താഴെവെട്ടൂർ സ്വദേശിയായിട്ടുള്ള 67 വയസ്സുള്ള ഷാജഹാനാണ് വെട്ടേറ്റ് മരിച്ചത്. പ്രധാനമായും സംഭവത്തിൽ ഇപ്പോൾ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റു പ്രതികൾക്കായി പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അവർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴെവെട്ടൂർ സ്വദേശി ഷാക്കിറിനെയാണ് ഇപ്പോൾ പോലീസ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്. 3-അംഗ സംഘമാണ് ഈ വയോധികൻ അല്ലെങ്കിൽ ഗൃഹനാഥനെ വെട്ടിയതെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായതും. മറ്റു 2 പേർക്കായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ഈ താഴെവെട്ടൂർ പള്ളിക്ക് സമീപം ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായതും. ലഹരി ഉപയോഗിച്ചത് ഈ യുവാക്കൾ ലഹരി ഉപയോഗിച്ചത് ഈ ഗൃഹനാഥൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് അടക്കം തന്നെ ഇപ്പോൾ പ്രധാനമായും വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3-അംഗ സംഘം താഴെവെട്ടൂർ പള്ളിക്ക് സമീപത്താണ് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചത് പോലീസിന് ഇയാൾ പരാതി നൽകി, ഗൃഹനാഥൻ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇയാളെ ഈ വയോധികൻ അല്ലെങ്കിൽ ഈ ഗൃഹനാഥനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ ഈ ഗൃഹനാഥനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് പ്രതികൾ 3-അംഗ സംഘമാണ് ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ ഒരാളെയാണ് ഇപ്പോൾ പോലീസ് സംഭവത്തിൽ പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. താഴെവെട്ടൂർ സ്വദേശി ഷാക്കിർ എന്നയാളാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. മറ്റു 2 പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. വൃന്ദ, പിന്നെ ഈ CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണോ നടക്കുന്നത്? എങ്ങനെയാണ് ഇവരെ പിടികൂടാനുള്ള ശ്രമം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? താഴെവെട്ടൂർ സ്വദേശികളാണ് ഈ പ്രതികൾ എന്ന് തന്നെയാണ് പോലീസ് പ്രധാനമായും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പള്ളിക്ക് സമീപത്താണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും ഒരു അന്വേഷണം നടത്തുക. കൂടാതെ തന്നെ ഇപ്പോൾ പിടിയിലായ ഷാക്കിറും ഈ താഴെവെട്ടൂർ സ്വദേശി തന്നെയാണ് ഈ സംഭവ സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള മറ്റ് യുവാക്കൾ തന്നെയായിരിക്കും മറ്റു പ്രതികൾ എന്നാണ് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത്. നിലവിൽ ഷാക്കിറിനെ വർക്കല പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷമായിരിക്കും മറ്റു പ്രതികളിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റു പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു, ഇപ്പോൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ പ്രതികൾക്കായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ എന്തായാലും പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. ഈ സംഭവ പള്ളിക്ക് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ അടക്കം തന്നെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും പ്രധാനമായും നടത്തുക. കൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഷാക്കിറിനെയും വിശദമായി ചോദ്യം ചെയ്യും. തുടർന്നായിരിക്കും മറ്റ് പ്രതികളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. നിലവിൽ എന്തായാലും മറ്റു പ്രതികളെ കുറിച്ച് പോലീസ് ഇപ്പോൾ ഒരു സൂചന നൽകിയിട്ടില്ല. അത് രഹസ്യമായി തന്നെ വെച്ചിരിക്കുകയാണ്. ഒളിവിൽ ഇരിക്കുന്ന പ്രതികളെ ഉടനെ തന്നെ കണ്ടെത്തുമെന്നാണ് പോലീസ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. വൃന്ദ, ശരി.